പ്രിയാക ദൈവത്തിന്റെ വലിയ നിർവാഹത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളെ സംഘം പരിശുദ്ധമായ നോമ്പിന്റെ 4-ാമത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കും. വായിച്ചു കണ്ടത് വിശുദ്ധ എവൻഗേലിയൻ വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. സാധുവായിരിക്കുന്ന കനാന്യ സ്ത്രീ തന്റെ മകൾ കഠിനമായ ഭൂതോപദ്രവത്താൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിഷമം കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത്. കനാന്യ സ്ത്രീയുടെ ജീവിതം ഒരു ചരിത്ര സംഭവമല്ല, മറിച്ച് ഇന്ന് അനേകം നമ്മുടെ വീട്ടുകളിൽ സംഭവിക്കുന്നതായ നൊമ്പരത്തിന്റെ നിലവിളിയാണ്. മക്കൾ എന്തേ ഇങ്ങനെ സ്നേഹം കുറഞ്ഞു പോകുന്നു? ആധുനികമായ മാധ്യമങ്ങളുടെ പിടിയിൽ അവർ അകപ്പെട്ട് ഏകാന്തതയുടെ തടവറയിൽ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അനേകം ഭവനങ്ങളിൽ മാതാപിതാക്കന്മാർ കണ്ണുനീരോടെ നിലവിളിച്ച് മക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആശ്വാസകരമായ ഏറ്റവും വിടുതലിന്റെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ് കനാന്യ സ്ത്രീ തന്റെ മകൾ സൗഖ്യം പ്രാപിക്കുവാനും അവൾ നടത്തുന്ന പ്രാർത്ഥനയിൽ നാം കാണുന്നു. അവൾ മകളുടെ സൗഖ്യത്തിന് വേണ്ടി അവൾ ചെയ്തതായ കാര്യം ഒന്ന്, ഗദർ എന്നുള്ള ഹീബ്രു വാക്ക്, അതിനർത്ഥം മതിൽ എന്നുള്ളതാണ്. 24-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ആ വാക്കിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇസ്രായേൽ മക്കളും കനാന്യക്കാരും തമ്മിൽ ഒരു വലിയ മതിൽ ഉണ്ടാകുന്നത്. എന്നാൽ ആ മതിലിനെ അവൾ പൊളിക്കുകയാണ്. 22-ാം വാക്യത്തിൽ കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ആ വാക്കിനർത്ഥം യഹൂദന്മാർ ക്രിസ്തുവിനെ വിളിക്കുന്ന, ക്രിസ്തുവിനെ അറിയപ്പെടുന്ന ഒരു വാക്ക് അങ്ങനെയാണ്. ആ വാക്ക് തന്നെയാണ് ഈ വിജാതി സ്ത്രീ ഉപയോഗിക്കുന്നത്. അതിൽ കൂടി അവൾ തന്നെ മതിൽ പൊളിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുന്നു. കനാന്യക്കാരി സ്ത്രീ എന്നാണ് മത്തായി ശ്ലീഹ അവളെ പരിചയപ്പെടുത്തുന്നത്. കനാന്യം എന്നുള്ളതായ കനാൻ എന്നുള്ള ഹീബ്രു വാക്ക് വന്നിരിക്കുന്നത് കാനൻ എന്നുള്ള ഹീബ്രു വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം മുട്ടുമടക്കുക എന്നുള്ളതാണ്. അവൾ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി 25-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, കർത്താവേ എന്നെ സഹായിക്കണമേ. കർത്താവിൽ നിന്നാൽ അവൾ കേൾക്കുന്നത് ദുഃഖകരമായ ഒരു വാക്കാണ്, കെലേബ് എന്നുള്ള ഹീബ്രു വാക്ക്. ആ വാക്കിനർത്ഥം നായ എന്നുള്ളതാണ്. അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു നായല്ല, മറിച്ച് യജമാനന്റെ ഭവനത്തിൽ യജമാനൻ വളർത്തുന്ന നായ. കെലേബ് എന്നുള്ള ആ വേദനാജനകമായ വാക്കിനെ അവൾ രണ്ടായിട്ട് തിരിക്കുകയാണ്. ആ വാക്കിൽ അവൾ അർത്ഥം കണ്ടെത്തിയത് ഇങ്ങനെയാണ്, ഹൃദയം പോലെ എന്നുള്ളതാണ് ആ ഹീബ്രു വാക്ക്. രണ്ടായി തിരിച്ചാൽ അതിന്റെ അർത്ഥം യജമാനന്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന നായ എന്നാണ് അവളെ തന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് അവൾ പറയുകയാണ്, അതുപോലെ കർത്താവെ നിന്റെ ഹൃദയത്തോട് ഒട്ടിക്കിടക്കുന്ന ഒരു നായാണ് ഞാൻ. ആ നായ യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്നതായ അപ്പത്തിന്റെ നുറുങ്ങ് കഷ്ണങ്ങൾ കൊണ്ട് ഉപജീവിക്കുന്നു എന്നല്ല. അങ്ങനെ ഒരു നുറുങ്ങ് കഷ്ണം മതി. ആ കൃപയുടെ നുറുങ്ങ് കഷ്ണം എനിക്ക് തന്നാൽ എൻ്റെ മകൾ സുഖമാകും എന്ന് അവൾ പരിപൂർണമായി വിശ്വസിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ എന്റെ ഈ അശുദ്ധാത്മ ബാധയിൽ നിന്ന് വിമുക്തി നേടാതെ പോകുന്നു. അവർ ഇപ്പോഴും പിശാചിന്റെ ദുരാത്മാവിന്റെ ബന്ധനങ്ങൾപ്പെട്ട് വലയുന്നു. ഈ സാധുവായ സ്ത്രീ അവളുടെ ജീവിതത്തിൽ തന്ന പാഠം നമ്മുടെ ജീവിതത്തിലും ഒരു പാഠമാവട്ടെ. കുരിശ് തീർത്ഥാടന ഗ്രന്ഥത്തിൽ ജാതീയനായ ഒരു മനുഷ്യൻ തന്റെ മകന്റെ വിടുതലിന് വേണ്ടി വന്ന് പ്രാർത്ഥിക്കുന്നു. അയാൾക്ക് പ്രാർത്ഥന എന്നതുപോലും അറിഞ്ഞുകൂടായിരുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നും അയാൾക്കറിയില്ല. എന്നാൽ അയാൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ, മുട്ടുമടക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ അയാളുടെ ഉന്നതമായ ഉദ്യോഗസ്ഥനാണെന്നുള്ള വിചാരത്തിൽ അയാൾ വിട്ടു. മുട്ടുമടക്കി അയാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, കർത്താവേ എനിക്ക് കഴിയില്ല, നിനക്ക് കഴിയില്ല. അത്ഭുതപ്പെടുത്തി 3 മാസങ്ങൾ പോലും കഴിഞ്ഞില്ല, ആ മനുഷ്യന്റെ മകൻ സുബോധമുള്ളവനായി തിരുസന്നിധിയിൽ വരുവാനുള്ള ഇടയേറ്റവും. നമ്മുടെ മക്കൾക്കും ഈ നുറുങ്ങ് കഷ്ടം ലഭിക്കുവാൻ നമ്മളും മതിലുകളെ പൊളിക്കുക. ദേവാലയത്തിൽ വന്നാൽ മുട്ടുമടക്കുവാൻ, ഉച്ചത്തിൽ നിലവിളിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ കൊണ്ട് കഴിയാതെ പോകുന്ന അഹങ്കാരത്തിന്റെ, ധാർഷ്ട്യത്തിന്റെ, ധനത്തിന്റെ, ഔദ്യോഗികമായ പദവികളുടെ മതിലുകളെ നമുക്ക് വിളിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കാം. കർത്താവിന്റെ ഹൃദയം തൊട്ടറിയുന്ന നായ്ക്കുട്ടിയാണ് ഒരു നുറുങ്ങ് കഷ്ണം എനിക്കും തരണമേ, എൻ്റെ മകൻ, എൻ്റെ മകൾ സുഖമാകും എന്ന പ്രാർത്ഥനയോടെ
അവന്റെ സന്നിധിയിൽ നമുക്ക് കടന്നു വരാം. ദൈവത്തിന്റെ പരിശുദ്ധ രൂപ നമ്മെ സഹായിക്കുമാറാകട്ടെ.